മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് സമീപത്തെ വീടിന്റെ മതിലും തകർന്നു. അന്തിക്കാട് ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശിനി ലീലയാണ് മരിച്ചത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിന് നേരെ കാട്ടാനയുടെ ആക്രമണം. യാത്രക്കാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത വാണിയംപാറയിൽ ടൂറിസ്റ്റ് ബസിൽ നിന്ന് MDMAയും കഞ്ചാവും പിടികൂടി. സംഭവത്തിൽ 3 യാത്രക്കാരെ തൃശൂർ എക്സൈസും സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും പിടികൂടി. ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയതായി പരാതി. ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനാലാണ് ആക്രമണം. മർദ്ദിച്ച ശേഷം യുവാക്കൾ കടന്നു കളഞ്ഞു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ കേച്ചേരി സ്വദേശി തെരുവത്ത് വീട്ടിൽ ഷക്കീർ, ഭാര്യ ഷംല, മക്കളായ ഫിർദൌസ്, അഫ്ല, തസ്ലീമ, മുബാറക് എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ നിന്ന് രോഗിയെ എടുക്കുവാനായി പോയിരുന്ന കോട്ടപ്പടി ലൈഫ് കെയറിന്റെ ആംബുലൻസ് ചാവക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് സമീപത്തെ മതിൽ തകർത്തു. പ്രവാസി വ്യവസായി പേനത്ത് ഷാജിയുടെ വീടിന്റെ മതിലാണ് തകർത്തത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അഫ്ലയെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസ് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അന്തിക്കാട് ബസ് യാത്രയ്ക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. അന്തിക്കാട് കുറ്റിമാവ് സ്വദേശി വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ ലീനയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. കുറ്റിമാവിൽ നിന്ന് ബസ്സിൽ കയറിയ ഇവർ അന്തിക്കാട് ആൾ സെന്ററിൽ വെച്ചാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. കണ്ടക്ടർ ഉടനെ തന്നെ ഇവർക്ക് വെള്ളം നൽകുകയും ഇതേ ബസ്സിൽ ഒളരി മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്ന ബസിനെയാണ് ഒരു മോഴയടക്കം 2 ആനകൾ തടഞ്ഞത്. മോഴയാന തുമ്പിക്കൈകൊണ്ട് ബസിന്റെ മുൻഭാഗത്ത് തട്ടുകയും ചെയ്തു. യാത്രക്കാരും മറ്റും ബഹളം വെച്ചതോടെ ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. ചാലക്കുടി ഡിപ്പോയിലെ ബസിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെ KSRTC ബസ്സാണ്. വീഡിയോ എടുത്തോ. വീഡിയോ എടുത്തോ. ദേശീയപാത വാണിയംപാറയിൽ തൃശൂർ എക്സൈസും സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് MDMAയും കഞ്ചാവും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. ചേലക്കര പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി റോഡിൽ തള്ളിയിട്ട് യുവാക്കൾ കടന്നുകളഞ്ഞതായി പരാതി. ഗുരുതര പരിക്കുകളോടെ 1-ാം വാർഡ് മെമ്പർ ശശിധരൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചതിനെ ചോദ്യം ചെയ്തതിനാലാണ് മർദ്ദനം. ഉതുവടി അമ്പലനട റോഡിൽ വെച്ചാണ് സംഭവം. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന മെമ്പറെ അമിത വേഗതയിൽ വന്ന ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. വാഹനം നിർത്തി ഇറങ്ങി വന്ന യുവാക്കൾ ആദ്യം അസഭ്യം പറയുകയും പിന്നീട് കഴുത്തിന് പിന്നിൽ അടിച്ച ശേഷം ചവിട്ടി താഴെയിടുകയും ചെയ്തു. നിലത്ത് വീണ ശശിധരനെ കൈകളിൽ പിടിച്ച് ഉയർത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെ ഇടുപ്പെല്ലിന് ഗുരുതര പരിക്കേറ്റു.
ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കുട്ടത്തിൽ MLA നിർബന്ധിച്ച യുവതിയുടെ അന്വേഷണ സംഘം മൊഴിയെടുക്കും. രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ്, ട്രാൻസ്വുമൺ അവന്തിക അടക്കമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഗർഭചിത്ര ആരോപണത്തിൽ യുവതി നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് നടപടി ആരംഭിക്കുന്നത്. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കിടപ്പ് രോഗികൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻ പീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ. 4 ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണത്തിന് വസ്ത്രങ്ങളും സദ്യവട്ടങ്ങളും എത്തിച്ചു നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്നു കാണും. പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പുത്തൻ പീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഓണക്കാലം കരുതലിന്റെയും സഹവർത്തിത്വത്തിന്റെയും കാലമാണ്. വളണ്ടിയർമാർ, നഴ്സുമാർ തുടങ്ങി ഡോക്ടർമാർ വരെ രോഗികൾക്ക് എത്തിച്ചു നൽകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിൽ അണിചേരും. ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗം ബാധിച്ച 50 പേർക്കാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഡോക്ടർമാരുടെ പരിചരണവും മരുന്നുകളും സൗജന്യമാണ്. കൂടാതെ 150ഓളം കിടപ്പ് രോഗികൾക്ക് പരിചരണവും കാരുണ്യ നൽകി വരുന്നുണ്ട്. 12 വർഷം മുൻപ് 15 പേർ ചേർന്ന് ആരംഭിച്ച സംഘടനയായ കാരുണ്യ സമൂഹത്തിലെ അവശതകൾ പേറുന്ന ആളുകൾക്കൊപ്പം നിന്നപ്പോൾ കൂടുതൽ പേർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു. 13 വർഷം മുമ്പാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. ഇന്നിപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഈ നാട്ടിലത്തെ ആബാലവൃദ്ധം ജനങ്ങളും ഇതിനോട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുഴുവനായിട്ട് നടന്നു പോകുന്നത്. വാടക കെട്ടിടത്തിൽ നിന്ന് 5 വർഷം മുൻപ് സ്വന്തമായി 3 നില കെട്ടിടം പണിത് 500ഓളം ആളുകളുടെ പിന്തുണയിലാണ് കാരുണ്യയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, എക്സിക്യൂട്ടീവ് മെമ്പർ KJ വിൻസെന്റ്, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, ജോൺ, ട്രീജോ, ഡോക്ടർ ദിൽഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാരുണ്യ പ്രവർത്തകർ ഓണക്കിറ്റുകൾ തയ്യാറാക്കി വീടുകളിൽ എത്തിക്കുന്നത്. ഇവരുടെ കൂടെ ഹോം കെയർ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് നമ്മളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ടെന്ന് മനസ്സിലായി. ജീവിതത്തിൽ തളർന്നു പോയവർക്കാണ് നമ്മുടെ സഹായം വളരെ അത്യാവശ്യമാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് വരണം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. TCV ന്യൂസ്, തൃശൂർ. ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. പായസമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഓണമായാൽ പലതരം പായസങ്ങൾ നമ്മെ വിരുന്നൂട്ടുമെങ്കിലും പായസങ്ങളിൽ കേമൻ എന്നും പാലട തന്നെയാണ്. ഓണാഘോഷ വിഭവങ്ങളിൽ എന്നും മുൻപന്തിയിലാണ് പായസത്തിന്റെ സ്ഥാനം. നാവിൽ കൊതിയൂറും പാലട, പരിപ്പ്, പഴം തുടങ്ങി തനി നാടൻ മാമ്പഴപ്പായസം വരെ എത്തി നിൽക്കുന്നു പായസങ്ങളിലെ വെറൈറ്റി. അതുകൊണ്ട് തന്നെ ഓണക്കാലമായാൽ സദ്യവട്ടമൊരുക്കങ്ങളിൽ പായസങ്ങളുടെ വൈവിധ്യവും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കും. ഓണക്കാലത്ത് മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ പായസമാണ് ഓരോ ദിവസവും മലയാളികൾ ആസ്വദിച്ചു നുകരുന്നത്. ഇന്നിന്റെ തിരക്ക് പിടിച്ച ജീവിതയാത്രകൾക്കിടയിൽ ഓണസദ്യയും പായസവുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്ന മലയാളികളുടെ മുൻകാല പതിവിന് അല്പം കോട്ടം തട്ടിയതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ഇവന്റ് സ്ഥാപനങ്ങളിലെ തിരക്കേറും. അത്തന്നാൾ മുതൽ തുടങ്ങുന്ന ഇവിടങ്ങളിലെ തിരക്ക് തിരുവോണം വരെ തുടരും. ഇതോടെ പായസപ്രേമികൾക്കായി രുചികരവും സ്വാദിഷ്ടവുമായ വിവിധയിനം പായസങ്ങൾക്കായുള്ള വിപണിയുടെ കലവറ ഏറെ സജീവമാകും.
ശീലം മാറിയ മലയാളിക്ക് വില എത്രയായാലും പാരമ്പര്യത്തനിമ വിളിച്ചോതി പലതരം പായസം വിളമ്പിയുള്ള സമൃദ്ധമായ സദ്യയില്ലാതെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകില്ല. ഓണനാളുകളിൽ കേരളക്കരയെ പുതുമയുടെ കസവണിയിക്കുവാനുള്ള തിരക്കിലാണ് കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമം. പലവിധ ഡിസൈനുകളിൽ തീർത്ത തുണിത്തരങ്ങൾ തേടി 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസം കുത്താമ്പുള്ളിയിൽ എത്തുന്നത്. ഓണനാളുകളിൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വസ്ത്രങ്ങളാണ് കസവുമുണ്ട്, സെറ്റ് സാരി, സെറ്റുമുണ്ട് എന്നിവ. കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരുടെ കരവിരുതിൽ കസവിൽ തീർത്ത വിവിധ ഡിസൈനുകളിലുള്ള തുണിത്തരങ്ങൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ്. കസവിൽ തീർത്ത തുണിത്തരങ്ങൾ മാത്രമല്ല, ഒരു കുടക്കീഴിൽ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കൊച്ചി രാജാവിന്റെ ഭരണകാലത്ത് തുണിത്തരങ്ങൾ നെയ്യാനായി കൊണ്ടുവന്ന് പാർപ്പിച്ച ദേവാംഗ സമുദായക്കാരാണ് ഇന്നും കുത്താമ്പുള്ളിയിൽ നെയ്ത്തിലും വ്യാപാരത്തിലും വ്യാപൃതരായിരിക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഇടവുമാണ് കുത്താമ്പുള്ളി. വിദേശ രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്കുള്ള തുണിത്തരങ്ങൾ ഓൺലൈനായും ഇവിടെ നിന്ന് എത്തിച്ചു നൽകുന്നു. ഗായത്രിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമ കേന്ദ്രമായ കുത്താമ്പുള്ളിയിൽ ഊടും പാവും നെയ്യുന്നത് ഒരു സംസ്കാരത്തിന്റെ ഇഴപൊട്ടാത്ത പാരമ്പര്യത്തിനു കൂടിയാണ്. TCV ന്യൂസ്, തിരുവില്ലാമല. തൃശൂർ ജില്ലയിലെ കലാധ്യാപകരുടെ സംഘടനയായ PSSTU ഓണാഘോഷം സംഘടിപ്പിച്ചു. കർണാടക സംഗീതജ്ഞൻ AE വാമനൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അജിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ദീപക് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. ആളൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ സമ്പൂർണ്ണ നേത്രദാന സമ്മതപത്ര ക്യാമ്പയിന് തുടക്കം കുറിച്ചു. കണ്ണംകുന്ന് വീട്ടിൽ അഡിലിൻ ലോറൻസ് ജോസിന്റെ കയ്യിൽ നിന്നും നേത്രദാന സമ്മതപത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ അധ്യക്ഷനായിരുന്നു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അനുപമ വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ഒപ്റ്റോമെട്രിക്സ് NS വിദ്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 15 വരെ നടക്കുന്ന യജ്ഞത്തിൽ 5000 പേരിൽ നിന്ന് നേത്രദാന സമ്മതപത്ര സമർപ്പണമാണ് ലക്ഷ്യമിടുന്നത്. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ്
ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ലഹരിവിരുദ്ധ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. സെന്റ് ജോസഫ് കോളേജിൽ സാഹിത്യ മത്സരങ്ങളും പൊറത്തിശ്ശേരി കണ്ടാരം തറ മൈതാനിയിൽ 18 ടീമുകൾ അണിനിരക്കുന്ന ഓണക്കളി മത്സരവും ടൗൺഹാളിൽ നാടൻപാട്ട് മത്സരവും അരങ്ങേറും. ഇതിനു മുന്നോടിയായി ഇന്ന് രാസലഹരിക്കെതിരെ വീടുകളിൽ പൂക്കളവും ഒരുക്കും. ജനറൽ കൺവീനർ ഡോക്ടർ കേസരി മേനോൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, BBC KR സത്യപാലൻ, ജീവൻ ലാൽ എന്നിവർ മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ ഓണാഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത് 18 ടീമുകൾ അണിനിരക്കുന്ന അതിഗംഭീര ഓണക്കളി മത്സരമാണ് ഈ ആഘോഷത്തിലെ പ്രധാന ഇനം. പൊറത്തിശ്ശേരി കണ്ടാരന്തറ മൈതാനത്ത് വെച്ചാണ് സെപ്റ്റംബർ 2 ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ കേരള സ്റ്റേറ്റ് പെൻഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവരെ ആദരിക്കലും സംഘടിപ്പിച്ചു. 54 പുതിയ അംഗങ്ങളാണ് സംഘടനയിൽ ചേരുന്നത്. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ മജീദ്, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ഫ്രാൻസിസ്, സംസ്ഥാന കൌൺസിലർ TS സുബ്രഹ്മണ്യൻ, ജില്ലാ കൌൺസിലർ യേശുദാസ്, KC റജി എന്നിവർ സംസാരിച്ചു. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് 1 ലക്ഷം കോടി രൂപയാണ് GSTയുടെ വരുമാനം. അത് സംസ്ഥാന സർക്കാർ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മണലിത്തറ സ്വദേശിനി നിമിഷ യു നായരെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഒരു ആദരവ് നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഔപചാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കി BDSലാണ് നിമിഷ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ കൊണ്ടാഴി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലമാണ് ജീവൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ KK പ്രിയംവദ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, സ്ഥിരം സമിതി അധ്യക്ഷ B നിമിഷമോൾ, പഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന്, അസിസ്റ്റന്റ് ഡയറക്ടർ സെക്രട്ടറി VH ഷിനോജ്, ഹരിത കേരളം കോർഡിനേറ്റർ രമ്യ എന്നിവർ പങ്കെടുത്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കിണർ ക്ലോറിനേഷൻ ചെയ്തു. തലപ്പിള്ളി താലൂക്ക് NSS യൂണിറ്റിന്റെയും വനിതാ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും പൂക്കള മത്സരവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P കൃഷികേഷ് പൂക്കള മത്സരത്തിന്റെ ഉദ്ഘാടനം, വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. വനിതാ യൂണിയൻ അംഗങ്ങളുടെ തിരുവാതിരക്കളി അരങ്ങേറി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി S ശ്രീകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് P കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ച് സമൂഹത്തിനു വേണ്ടി ജീവിച്ച് സാധാരണക്കാരനായി വിട പറഞ്ഞ സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായിരുന്ന BV സീതി തങ്ങൾ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച BV സീതി തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുക്സിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിലെ ഒന്നിച്ചോണം നല്ലോണം പരിപാടി പൂർവ്വ വിദ്യാർത്ഥിയും മുൻ MP-യുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ മദർ ഹൃദയ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിന്നി, PTA പ്രസിഡന്റ് ശ്രീ സിജോ, മാത്യു MPTA പ്രസിഡന്റ് പ്രവീണ, KP സീനിയർ അധ്യാപിക LC, TL മുൻ അധ്യാപിക മേരി, CL എന്നിവർ പങ്കെടുത്തു. മഹാബലിയും വാമനന്റെയും കഥയുടെ ദൃശ്യാവിഷ്കാരം, നാനോ പൂക്കള മത്സരം, പുലിക്കളി, അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുള്ള തിരുവാതിര എന്നിവ ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി.
കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ ഓണാഘോഷം ശനിയാഴ്ച കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കരാട്ടെ, കടാരപ്പയറ്റ്, ഉറുമി പ്രയോഗം എന്നീ അഭ്യാസങ്ങളും ഉണ്ടായിരിക്കും. തളിക്കുളം GVHSSൽ SPC വിദ്യാർത്ഥികളുടെ ഓണാഘോഷ ത്രിദിന പഠന ക്യാമ്പ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അബ്സത്ത് തളിക്കുളം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, SI ജയകുമാർ, CPO സുരേഖ, പ്രിൻസിപ്പൽമാരായ ആശ, ഷിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വാണിജ്യം. ആഗോളതലത്തിലെ പ്രമുഖ ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡായ സിവാമയുടെ തൃശൂരിലെ ഔട്ട്ലെറ്റുകളിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് മികച്ച ഡിസ്കൗണ്ട് ഓഫറുകൾ. ഇന്നർവെയർ ഷോപ്പിംഗിൽ സ്ത്രീകൾക്ക് വിപ്ലവകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആഗോള മുൻനിര അടിവസ്ത്ര ബ്രാൻഡുകളിലൊന്നാണ് സിവാമെ. വസ്ത്രധാരണത്തിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സിവാമെ അടിവസ്ത്ര നിർമ്മാണ ശ്രേണിയിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് സ്ത്രീ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച് വിപണിയിൽ മുൻനിര ഇന്നർവെയർ ബ്രാൻഡായി മാറിയത്. ബൈ വൺ ഗെറ്റ് വൺ പോലെ ഓരോ പർച്ചേസിനും ഉപഭോക്താക്കൾക്ക് ആകർഷകങ്ങളായ ഓഫറുകൾ എല്ലായ്പ്പോഴും സമ്മാനിക്കുന്ന സിവാമെ ഈ ഓണത്തിന് 60% വരെ ഡിസ്കൗണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ്, നോൺ വയേർഡ് തുടങ്ങി വിവിധതരം ലേഡീസ് ഇന്നർവെയറുകൾ മികച്ച ഓഫറുകളിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമാണ് സിവാമയുടെ തൃശൂരിലെ ഔട്ട്ലെറ്റുകളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമായ സിവാമയുടെ തൃശൂർ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്നതും പുഴയ്ക്കൽ ശോഭ സിറ്റി മാളിലെയും സിവാമയുടെ ഔട്ട്ലെറ്റുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഓണത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ MR ഹോം മാർട്ടിന്റെ ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിൽ. ലോകോത്തര കിടക്കകളും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് തൃശൂരിലെ MR ഹോം മാർട്ട്. ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഷോറൂം നൽകുന്നത്. ലോകോത്തര ബ്രാൻഡഡ് കിടക്കകൾ 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെയും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ പകുതി വിലയിലും സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് MR ഹോം മാർട്ട് ഒരുക്കിയിരിക്കുന്നത്. ആധുനികതയും പാരമ്പര്യ പ്രൗഢിയും നിറഞ്ഞ വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള വുഡൻ ഫർണിച്ചറുകളുടെയും സ്റ്റീൽ അലമാരകളുടെയും ക്രോക്കറി, ക്രിസ്റ്റൽ, ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ബഹുനില ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, പ്രീമിയം ബ്രാൻഡുകളുടെ ഗുണമേന്മയാർന്ന പ്ലാസ്റ്റിക് ചെയറുകൾ, ഓഫീസ് ടേബിളുകൾ, ചെയറുകൾ കൂടാതെ ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങളുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. റീറ്റെയിൽ രംഗത്ത് കേരളത്തിലുടനീളം ശൃംഖല ആരംഭിക്കാൻ ഒരുങ്ങുന്ന MR ഗ്രൂപ്പിന്റെ സംരംഭമായ തൃശൂരിലെ MR ഹോം മാർട്ട് ഈ ഓണക്കാലത്ത് സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് അത്യുഗ്രൻ പർച്ചേസിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9846671199. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് സമീപത്തെ വീടിന്റെ മതിലും തകർന്നു. അന്തിക്കാട് ബസ് യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശിനി ലീലയാണ് മരിച്ചത്.
അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിന് നേരെ കാട്ടാനയുടെ ആക്രമണം. യാത്രക്കാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത വാണിയമ്പാറയിൽ ടൂറിസ്റ്റ് ബസിൽ നിന്നും MDMAയും കഞ്ചാവും പിടികൂടി. സംഭവത്തിൽ 3 യാത്രക്കാരെ തൃശൂർ എക്സൈസും സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും പിടികൂടി. ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയതായി പരാതി. ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനാലാണ് ആക്രമണം. മർദ്ദിച്ച ശേഷം യുവാക്കൾ കടന്നുകളഞ്ഞു. അന്വേഷണം ആരംഭിച്ച പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.